ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയാസ് നാച്ചുറൽസ്. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പൗഡർ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. ഈ പൗഡർ വെച്ചിട്ട് നമുക്ക് വന്നിട്ട് ചെറിയ കുറുക്ക് പോലെ ഉണ്ടാക്കി കുടിക്കാം, കഞ്ഞി പോലെ. അല്ലെങ്കിൽ നമുക്ക് വന്നിട്ട് ചപ്പാത്തി, റൊട്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കുടിക്കാം. വളരെ ഹെൽപ്ഫുള്ളാണ്. സോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം, വരും. സോ ഫ്രണ്ട്സ്, നമുക്ക് ഈ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് കറുപ്പ് കവണി അരിസിയാണ്. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് നല്ല ബ്ലാക്ക് കളറിലിരിക്കും. ഇതിൽ എക്സാക്റ്റായിട്ട് ഈ അരിയുടെ പേര് മലയാളത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ ഇത് വന്നിട്ട് കറുപ്പ് കവണി അരിസി എന്നാണ് പറയുന്നത്. സോ ഇത് നമുക്ക് വന്നിട്ട് വെയിറ്റ് ലോസിന് വളരെ ഹെൽപ്പ് ചെയ്യും. ലൈക്ക് നമുക്ക് ഇത് പറയുന്നതെന്ന് വെച്ചാൽ മുമ്പുള്ള രാജാക്കള കാലത്തൊക്കെ അവരൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് ഈ റൈസ് ആണെന്നാണ് പറയണത്. സോ ഞാനിത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. സോ കുറച്ച് ദിവസം നമ്മളിതൊക്കെ എടുത്തിട്ട് റൈസായിട്ട് വെച്ച് കഴിച്ചുകൊണ്ടിരുന്നു. സോ ഇത് നമുക്ക് വന്നിട്ട് റൈസ് കുക്കറിലിട്ട് വേവിച്ചിട്ട് റൈസായിട്ട് എടുത്തിട്ട് ഇതിന് സൈഡ് ഡിഷൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. പക്ഷേ വെയിറ്റ് ലോസ് നല്ല ഹെൽപ്ഫുള്ളാണ്. സോ എന്നിട്ട് ഞാൻ എടുത്തുള്ളത് ചെറുപയർ പരിപ്പ്. ഇതും നമുക്ക് വന്നിട്ട് ഈ പൗഡറിൽ ചേർക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് റാഗിയും എടുത്തിട്ടുണ്ട്. റാഗിയും നമുക്ക് വന്നിട്ട് പൗഡർ ചെയ്ത് കുറുക്ക് പോലെയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വന്നിട്ട് വെയിറ്റ് ലോസിന് ഹെൽപ്ഫുള്ളാണ്. സോ റാഗി നോർമലായിട്ട് നമ്മൾ തനിയായിട്ട് എടുക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുമെന്ന് പറയും. പക്ഷേ ഈ പൗഡറിൻ്റെ കൂടി എടുക്കുമ്പോൾ വെയിറ്റ് ലോസിന് ഓക്കെയാണ്. റാഗിയെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. എക്സാക്റ്റായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ വെയിറ്റ് ലോസ് പൗഡറിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ റാഗി ഞാൻ എടുക്കാറുണ്ട്. നോർമലായിട്ട് റൊട്ടിയൊക്കെ ചെയ്ത് തിന്നാനോ അല്ലെങ്കിൽ റാഗി ചപ്പാത്തിയൊക്കെ ചെയ്ത് കഴിക്കാറുണ്ട് മുമ്പ് തൊട്ട്. എനിക്ക് അത് ഓക്കെ ആയിരുന്നു. സോ നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് കൊള്ള്. ഇത് നമുക്ക് വന്നിട്ട് വെയിറ്റ് ലോസിന് 100% ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് നമുക്ക് വന്നിട്ട് വെയിറ്റ് ലോസിനെ നല്ല ബൂസ്റ്റപ്പ് ചെയ്യും. പക്ഷേ നല്ല ഹീറ്റാണ്. സോ അതുകൊണ്ട് ഇത് മാത്രം ഡെയിലി കഴിക്കാനും പറ്റില്ല. ഈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ചേർക്കുമ്പോൾ ഓക്കെയാണ്. ഞാൻ മറ്റുള്ള ഐറ്റംസ് ഒക്കെ 1/2 kg എടുത്തിട്ടുണ്ട്. പക്ഷേ കൊള്ള് നമുക്ക് വന്നിട്ട് ഒരു 250 gram അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. സോ ഈ കൊള്ളും നമുക്ക് വന്നിട്ട് നല്ലതാണ് വെയിറ്റ് ലോസിന്. സോ നോർമലായിട്ട് തന്നെ നമുക്ക് ഈ കൊള്ളു രസം, അതുപോലെ തന്നെ കൊള്ളു പൗഡർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് റൈസിൻ്റെ കൂടി മിക്സ് ചെയ്ത് കഴിക്കും. അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വന്നിട്ട് വെയിറ്റ് ലോസ് ആവും. നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് ഈ വൈറ്റ് ചോളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ മഞ്ഞച്ചോളവും എടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് ആയാലും ശരി, മഞ്ഞയായാലും ശരി, ഇതൊക്കെ നമുക്ക് വന്നിട്ട് നല്ലൊരു ഫില്ലിംഗ് ആയിരിക്കും. നോർമലായിട്ട് നമുക്ക് വന്നിട്ട് വെയിറ്റ് ലോസിന് ഈ കഞ്ഞി മാത്രം കുടിക്കുമ്പോൾ നമുക്ക് വന്നിട്ട് പെട്ടെന്ന് വിശക്കുവോ അങ്ങനത്തെ. പക്ഷേ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു ഫില്ലിംഗ് ആയിട്ടിരിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊന്നും കഴിക്കാതെ തന്നെ സ്കിപ്പ് ചെയ്യും. സോ അപ്പം നമുക്ക് നമ്മളുടെ ബോഡിക്ക് വേണ്ടത്ര പോഷകാഹാരങ്ങളൊന്നും കിട്ടാതെ ഇരിക്കാനുള്ള വഴിയുണ്ട്. സോ ഇതൊക്കെ നമുക്ക് ചേർക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല. നോർമലായിട്ട് ഞാൻ ഈ ആഫ്റ്റർ ഡെലിവറിയൊക്കെ ഞാൻ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തപ്പോൾ ആദ്യം തന്നെ ചാടിക്കയറി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, ഈ ഫാസ്റ്റിംഗ് അങ്ങനെയൊക്കെ കുറേ കോപ്രായങ്ങളൊക്കെ കാണിക്കും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെയെങ്കിലും വെയിറ്റ് കുറച്ചാൽ മതി എന്നുള്ള. പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ കുറയ്ക്കുമ്പോൾ നമുക്ക് വന്നിട്ട് പെട്ടെന്ന് ഞാൻ ഒരു റൈസ് ഒരു 1 month നോ റൈസ് അങ്ങനെയൊക്കെ എടുക്കും. അപ്പം നമുക്കൊന്ന് നമ്മുടെ ബോഡിയിൽ കാർബ്സ് കിട്ടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് വന്നിട്ട് എന്താവും എന്ന് വെച്ചാൽ ബോഡി വന്നിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ആവും. പക്ഷേ എന്നിട്ട് നമുക്ക് വന്നിട്ട് നിറയെ ഹെയർ ഫോൾ ആവുന്ന പ്രശ്നം, അതുപോലെ തന്നെ നമ്മൾ സ്കിന്ന് വന്നിട്ട് നല്ല സ്ട്രിങ്ക് ആവുന്നത്, അങ്ങനത്തെ നിറയെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഇനി നമുക്ക് വെയിറ്റ് ലോസ് ആവാൻ നമുക്ക് ടൈം എടുത്താലും കുഴപ്പമില്ല, നമുക്ക് വന്നിട്ട് വെയിറ്റ് ലോസ് പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റിന് വേണ്ടി എടുക്കണം എന്നുള്ള അങ്ങനത്തെ ഒരു അന്വേഷണത്തിലാണ് ഈ പൗഡറൊക്കെ ഞാൻ ഫൈൻഡ് ചെയ്ത് എനിക്ക് വർക്ക് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സോ ഇത് നമുക്ക് റെഗുലറായിട്ട് ചെയ്യുമ്പോൾ നല്ലോണം നമുക്ക് വന്നിട്ട് വെയിറ്റ് ലോസ് ആകുന്നതും അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് ഒരു വിധത്തിലുള്ള നമുക്ക് പോഷകാഹാരങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് പോലും ആവില്ല. സോ അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് മല്ലി എടുത്തിട്ടുണ്ട്. ഈ മല്ലിയും നമുക്ക് വന്നിട്ട് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നോർമലായിട്ട് തന്നെ നമുക്ക് ഈ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ട് ഈ മല്ലി ജീരകമൊക്കെ തല്ലി പൊടിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് എംപ്റ്റി സ്റ്റൊമക്കിലൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. സോ ഞാൻ ഈ മല്ലി ജീരകമൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വന്നിട്ട് എല്ലാത്തിൻ്റെ ഞാൻ അളവും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി.
വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ടേസ്റ്റിന് വേണ്ടി എന്നുള്ളത് മാത്രമല്ല, നമുക്കൊന്ന് ഈ ഗ്യാസ് പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ലൈക്ക് നമുക്ക് ഈ പൗഡറൊക്കെ ചേർക്കുന്നതുകൊണ്ട് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം എന്തെങ്കിലും വരുമോ എന്നുള്ളതൊക്കെ വേണ്ടെന്നാണ് ഞാൻ ഈ വെളുത്തുള്ളിയും ചേർക്കുന്നത്. ഈ കുരുമുളകും നമുക്ക് ഈ കൊള്ളിനെ പോലെ തന്നെ നമുക്ക് വന്നിട്ട് ഈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെയൊക്കെ ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റും കിട്ടും, വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഇതൊക്കെ നമുക്ക് വന്നിട്ട് വറുത്തെടുക്കണം. നമുക്കിതിൽ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ എല്ലാം കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം വറുത്തെടുക്കണം. ഞാൻ ജീരകം അതുപോലെ തന്നെ മല്ലി പ്ലസ് വന്നിട്ട് ബ്ലാക്ക് പെപ്പർ 3 കൂടി ചേർത്ത് വറുക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് ഇത് എല്ലാം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. പക്ഷേ ഞാൻ ഈ വെളുത്തുള്ളി കാണിച്ചത് മാത്രം നമുക്ക് വന്നിട്ട് അത് നമുക്ക് ഈ പച്ചയാണ്, നമുക്ക് ഈ അങ്ങനെ തന്നെ അത് ലൈറ്റായിട്ട് വറുത്തിട്ട് ഈ പൗഡറിൻ്റെ കൂടി പൗഡർ ചെയ്യുകയാണെങ്കിൽ എളുപ്പം തന്നെ അത് കേടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല കരിയരുത്, പക്ഷെ നല്ല മൊറുന്ന് വരുന്നത് പോലെ വറുക്കണം. വറുക്കുന്നതിന് മുമ്പ് നല്ല ഒരു കല്ലിൽ വെച്ചിട്ട് നല്ല ക്രഷ് ചെയ്തിട്ട് നല്ല വറുക്കണം, അല്ലെങ്കിൽ നമുക്കത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നല്ല ചതച്ചെടുത്തിട്ട് നല്ല വറുക്കണം. വറുത്തിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നമുക്ക് വന്നിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാം. വറുത്തിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്കൊരു പാത്രത്തിൽ ചേർത്ത് നല്ല മിക്സ് ചെയ്യണം ഒരിക്കൽ കൂടി. എന്ന് വെച്ചാൽ തനിത്തനിയായിട്ട് നമ്മൾ വറുത്തെടുത്തു എല്ലാം നമുക്ക് തനിത്തനിയായിട്ട് തന്നെ വറുക്കണം. കാരണം എന്ന് വെച്ചാൽ ചിലതൊക്കെ നമുക്ക് പെട്ടെന്ന് വറുത്ത് വരും, അതുപോലെ തന്നെ ചെറുതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് എല്ലാം തനിത്തനിയായിട്ട് നമുക്ക് വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തിട്ട് ഇത് നമുക്ക് വന്നിട്ട് നല്ല പൗഡർ ചെയ്തെടുക്കാം. പൗഡർ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇത് കുറേ ഉണ്ടെന്നുള്ളതുകൊണ്ട് മില്ലിൽ കൊടുത്ത് പൊടിക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ തന്നെ നല്ല ഫൈൻ പൗഡർ ചെയ്ത് വെക്കാം. സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് പൗഡറിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് വെയിറ്റ് ലോസിനുള്ള കഞ്ഞി ഉണ്ടാക്കുന്നതെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.